ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂം. ഡിസൈനർ പെർഫ്യൂമിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പെർഫ്യൂം പ്രാഡാലോം. ഈ പ്രാഡാലോമിനെ കുറിച്ചിട്ട് ഇതിനോടൊക്കെയുള്ള ഇഷ്ടം എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പ്രാഡാലോം ആദ്യം വാങ്ങിച്ചു. ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ട കാരണം പ്രാഡാലോം ഇൻഡൻസ് വാങ്ങിച്ചു. പിന്നെന്താക്കി, ഇത് രണ്ടും പെട്ടെന്ന് അടിച്ച് തീരുമെന്ന് പേടിച്ചിട്ട് എന്താക്കി, അജ്മൽ ഗോൾഡ് എഡിഷൻ ഫോർ ഹിം ഇതും വാങ്ങിച്ചു. ഇതിൻ്റെ രണ്ടിൻ്റെയും ക്ലോണാണ്. അപ്പോൾ അത്രത്തോളം പ്രാഡാലോം ഇഷ്ടപ്പെട്ട പെർഫ്യൂമാണ് എനിക്ക്. ഓക്കെ, ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയണ്ടല്ലോ. അപ്പോൾ അതാണ് നമ്മളിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. പ്രാഡാലോം അടി അടിക്കട്ടെ ആദ്യം. ഇതൊരു പെർഫ്യൂമാണ് ബൈ. ഇത് സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, എലഗൻ്റ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്, റിഫൈൻഡ് ആണ്, ഇൻറ്റൻസ് ആണ്, കോംപ്ലക്സ് ആണ്. ഇത് ഞാൻ എക്സാജറേറ്റ് ചെയ്യും ചിലപ്പോൾ ഈ പെർഫ്യൂമിന്. കാരണം ഇൻ്റെ ഫ്രഞ്ച് പെർഫ്യൂമിലേക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു പെർഫ്യൂമാണ് പ്രാഡാലോം. സത്യം പറയാലോ, എനിക്ക് പ്രാഡാലോം കഴിഞ്ഞിട്ടേ ബ്ലൂ ഡിഷരയിലും വൈഎസ്എൽ വൈ ഒക്കെ വരുള്ളൂ. ഇതിൻ്റെ ബ്യൂട്ടി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതിനോട് ഇതെങ്ങനെ, ഇത് ഡിഫറെൻറ്റ് പെർഫ്യൂമാണ് കേട്ടോ. അല്ലാണ്ട് ഒരു ജനറിക് വൈബും ഇല്ല. ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അഡിക്റ്റായി പോകും നമ്മൾ. അഡിക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അഡിക്റ്റായി പോകും. അത്ര അടിപൊളി സ്മെല്ല്. സ്നിഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിതിപ്പോൾ 2 ആഴ്ചക്ക് ശേഷം അടിക്കുന്നത്. ഇപ്പോൾ ഒന്ന് ആദ്യമായിട്ട് അടിക്കുക. എന്തായാലും ആവട്ടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും പറഞ്ഞുതരാം. ഇത് അടിച്ചിട്ട് ഇതിൻ്റെ നോട്ട്സ് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞുതരാം. ആദ്യം കുറച്ച് തോന്ന കാര്യങ്ങളുണ്ട്, ഇതെല്ലാം നോക്കട്ടെ. ടോപ്പ് നോട്ട്സ്: നെറോലി, ബ്ലാക്ക് പെപ്പർ, കാർഡമം, ക്യാരറ്റ് സീഡ്സ്, ഐറിസ്, വയലറ്റ് ലീവ്സ്, ജെറേനിയം, മീറ്റ്, ആംബർ, സെഡാർ, സാൻഡൽവുഡ്, പച്ചോളി. സത്യം പറയാലോ, ഞാൻ പെർഫ്യൂം എടുക്കുമ്പോഴൊന്നും ഫ്രാഗ്രനറ്റിക്കൽ നോട്ട്സൊന്നും നോക്കാറില്ല. പോയി അടിക്കുക, അടിച്ചിട്ട് പറ്റുകയാണെങ്കിൽ എടുക്കും. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെയാണ് നോട്ട്സൊക്കെ നോക്കി തുടങ്ങിയത്. ഇതിൽ എന്ത് സ്മെല്ലാണ് വരിക എന്നറിയോ? യുണീക്കായിട്ടുള്ളത്. യുണീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയണ വാക്കിനോട് 100% നീതി പുലർത്തുന്ന യുണീക്ക്നെസ്. ഓക്കെ, ഒരു ജനറിക് വൈബും ഇല്ല. പത്തൊരു പ്രൊഫഷണൽ സ്മെല്ലാണ്. പ്രൊഫഷണൽ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഹൈ ക്ലാസ് സ്മെല്ല്, ലക്ഷറി. ഇതടിച്ച് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനത്തെ ആൾക്കാരെന്നറിയോ? കോട്ടും സൂട്ടൊക്കെ എടുത്ത് മെഴ്സിഡീസ് ബെൻസ് എസ് ക്ലാസ്സിൽ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വൈബിൽ, അങ്ങനെ കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഓഫീസിലൊക്കെ നമ്മൾ ആ ഒരു കാറ്റഗറിയുള്ള എല്ലാവർക്കും അടിക്കാം കേട്ടോ. ഇതങ്ങനെ ആ ഒരു കാറ്റഗറി എന്നല്ല, പക്ഷേ നമ്മളിത് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസൊക്കെ ഒരു ബൂസ്റ്റായ ഒരു വൈബാണ്. അത്ര അടിപൊളി സ്മെല്ലാണിത്. ഇത് ഇൻറ്റൻസിറ്റി, ഇത് ഡയമെൻഷൻ മാറിപ്പോയി പെർഫ്യൂം. ഇത് ആദ്യം അടിക്കുമ്പോൾ നമുക്കൊരു പൗഡറി സ്മെല്ല് വരും. അത് ഷാനൽ നമ്പർ 5 പോലെ മറ്റേ ബേബി പൗഡറിൻ്റെ സ്മെല്ലല്ല. ചെറിയൊരു പൗഡറി ടച്ച്, ചെറിയൊരു സാൻഡൽവുഡ്, പിന്നെ എന്ത് വരും, ചെറുതായിട്ടൊരു പച്ചപ്പ്, വല്ലാണ്ട പച്ചപ്പല്ല, ചെറുതായിട്ട്. പിന്നെ ഇതിൽ എന്തോ ഒരു ഇൻറ്റൻസ് ആയിട്ടൊരു സാധനമുണ്ട്. ഇതിലെന്താണ് നമുക്ക് പിടുത്തം കിട്ടില്ല. നിങ്ങളത് ടെസ്റ്റ് ചെയ്യാൻ തന്നെ വേണത്. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റുമൊന്നുമില്ല. അത് വാക്കുകൊണ്ട് ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിൽ ഇത് കയറുക എന്നുള്ളത് അതങ്ങനെ പെർഫ്യൂമിൻ്റെ വിഷയത്തിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാത്തിടത്തോളം ആൾക്കാർക്കത് പ്യുവറായിട്ട് അതിൻ്റെ ഡെപ്ത് മനസ്സിലാവില്ല. ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പെർഫ്യൂമാണ്. ഓക്കെ,
അത് കുറച്ച് സാൻഡൽവുഡ് വരും, കുറച്ച് പൗഡറിനെസ്. ഈ കംഫർട്ടിലൊക്കെ മുക്കിയിട്ട് നമ്മൾ ഡ്രസ്സ് തിരുമ്പി കഴിഞ്ഞാലൊക്കെ ഒരു സ്മെല്ല് വരില്ലേ, അതും അത്രക്കില്ല. അതിൻ്റെ ഒരു വൈബ് വരും. അതായത് ഒരു ക്ലീൻ വൈബ്, വലിയ വലിയ 5 സ്റ്റാർ. ഞാൻ ഇത് അടിച്ച എക്സ്പീരിയൻസ് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ട്. അപ്പോൾ ആ ഒരു സ്മെല്ല് വൈബ് അങ്ങനെ വരിക. ലാസ്റ്റിങ്ങും പ്രൊജക്ഷനും. ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഡ ലോം, ഇതാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്മെല്ലിങ്. ഓക്കെ, ഇൻഡോർ ഇതിൽ പ്രാഡ ലോം ഇൻറ്റൻസും ഒരു കുഴപ്പമില്ല, സെയിം 1:1 ആണ്. പക്ഷേ ഇത് ഇത്തിരി ഇൻറ്റൻസ് ആണെന്ന് മാത്രം. ഈ സ്മെല്ല് ഒരു 2 മണിക്കൂറോളം പ്രൊജക്ഷൻ ഉണ്ട്, ഒരു 7 മണിക്കൂറോളം ലാസ്റ്റിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്മെല്ല് എനിക്ക് കുറച്ചും കൂടി എൻ്റെ മേത്ത് ലാസ്റ്റ് ചെയ്യണമെന്ന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് അടിക്കുമ്പോൾ ഞാൻ 2 അടി ഇതും അടിക്കും ഒപ്പം. അപ്പോൾ അത് മിറ്റിഗേറ്റായി പോയിക്കോളും. പിറ്റത്തെ ദിവസം വരെ ലാസ്റ്റിങ് നിൽക്കും. ഇത് രണ്ടും കൂടി അടിച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ അടിക്കാൻ പേടിയത് വില ഉണ്ടല്ലോ. അങ്ങനെ അപ്പോൾ ഇതൊരു 5-6 അടി അടിക്കും, ഇതൊരു 2 അടി അടിക്കും. അങ്ങനെ അത് മിറ്റിഗേറ്റായിട്ട് പോയിക്കോളും. രണ്ടും എയറിൽ ഒരേ സ്മെല്ലാണ് വരിക. അങ്ങനെ ഇതിനെക്കുറിച്ചിട്ട് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ഇടാം. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ അവന് ഈ സ്മെല്ല് വല്ലാണ്ട് ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവന് ഇതെടുക്കാനും ബഡ്ജറ്റിൽ രാജ്മൽ ഇവോക്ക് ഗോൾഡ് 4 ഇതെടുക്കാനും ബഡ്ജറ്റ് ഉണ്ടായില്ല, ഞാൻ കുറേ പറഞ്ഞു അവൻ്റെ അടുത്ത് ഇത് 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നൊക്കെ. പക്ഷെ അവൻ്റെ ഇതെടുത്തില്ല അവൻ. അങ്ങനെ അവൻ റിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ അവൻറ്റ് ഗാർഡേ എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂം എടുത്തു. അത് ഞാൻ സ്നിഫാക്കിയപ്പോൾ അതിൽ കാർഡമൺ ഇത്തിരി കൂടുതലാണ്. ഞാനത് ഓൺ ചെയ്യണില്ല. ഇത് യൂട്യൂബിലൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഇതിൻ്റെ കോപ്പിയാണ് അല്ലെങ്കിൽ ക്ലോണാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രാഡലോമിൻ്റെ ക്ലോണാണെന്ന് പറഞ്ഞിട്ട് അതെടുത്തവൻ ഈ പെർഫ്യൂം ഇതിൻ്റെ സ്മെല്ല് അത്ര ഇഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിനാണ് ഇത് അജ്മൽ ഇവോക്ക് ഗോൾഡ് ഫോർ ഹിം ഗോൾഡ് എഡിഷൻ അതിൻ്റെ വീഡിയോ വരുമ്പോൾ ഞാൻ പറയേണ്ടത് ഇൻഷാ അല്ലാഹ്. അങ്ങനെയാണത് ഈ പെർഫ്യൂം. പിന്നെ വിളിക്കുന്നുണ്ട്. ഇത് ഇനി അടിക്കാൻ പറ്റുന്ന ഒക്കേഷൻസ് എനിവേർ ആൻഡ് എവരിവെയർ. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സിഗ്നേച്ചർ സെൻ്റായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു അട്ടാറായിട്ട്. എൻ്റെ സിഗ്നേച്ചർ സെൻ്റ് തന്നെയാണ് ബേസിക്കലി. ഇതും ഹത്കോറ വുഡാണ് ബേസിക്കലി. ഇതിനെ പുറത്ത് വെച്ച് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ സ്മെൽ ചെയ്യാൻ പോകുന്നത്. ഹത്കോറ വുഡ് ഇത്തിരി കൂടി ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും ഉണ്ട് എന്നുള്ള ബേസിസിൽ ഞാൻ അതിന് ഒരു പോയിന്റ് കൂടുതൽ കൊടുക്കുമെങ്കിൽ ഫ്രാഗ്രൻസിൻ്റെ ആ ബേസിസിലും ലക്ഷറിനെസ് റിഫൈൻഡ്നെസ് ഇത് അറ്റ് പാർ അല്ലെങ്കിൽ ഇത് 1.1 റേറ്റിങ്ങിൽ, അത് 1 ആണെന്നെങ്കിൽ 1.1. അങ്ങനെ നിങ്ങൾക്ക് എനിവേർ ആൻഡ് എവരിവെയർ ഏത് ഒക്കേഷനും നിങ്ങൾക്ക് അടിക്കാൻ പറ്റും. അടിപൊളി, ആരും തലവേദന ഉണ്ടാക്കില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഇഷ്ടപ്പെടുന്ന പെർഫ്യൂം, ഞാൻ വാക്കിനോട് നീതി പുലർത്തുന്നത്. ഇതിനോട് ഒരാൾ നമുക്ക് എതിര് പറയുന്ന ഒരു പെർഫ്യൂം അല്ലത്. അങ്ങനെ മീൻകാരുണ്ട് പുറത്തിരുന്ന് വീഡിയോ ചെയ്ത് വിചാരിച്ചു. ശരി, അപ്പോൾ നിങ്ങളുടെ പരിപാടി ഇത് ട്രൈ ആക്കുക കേട്ടോ. ഇത് നല്ല പെർഫ്യൂമാണിത്. എൻ്റെ ഈ പെർഫ്യൂമിനൊക്കെ കിട്ടിയിട്ടുള്ള റിവ്യൂ, ഓഫീസിൽ ഈ പെർഫ്യൂമിനാണ് കൂടുതൽ ഫാൻസ്. ഓക്കെ, ഈ പെർഫ്യൂം ഞാൻ ഇതേപോലത്തെ ഫാൻ ബേസ് ഹത്കോറ വുഡ് ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ സ്റ്റിൽ ദ കിങ് ഈസ് ഇവനാണ് ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻറ്റ്സ് പുള്ളി ചെയ്തിട്ടുള്ളതും കാര്യങ്ങളും. കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞത് ഈ വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷറി ഹോട്ടലിൽ വരുന്ന മാതിരിയാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ റെസ്റ്റോറൻറ്റ് ഈ പെർഫ്യൂം അടിച്ച് പോകുമ്പോൾ. പിന്നെ ഇതേപോലെ ഈ പെർഫ്യൂം കാരണം റിപ്സ് അവന്ത് കാർഡ് എടുത്ത കൂട്ടുകാരന്മാർ ഇത് ഞാൻ സജസ്റ്റ് ചെയ്ത 2 ആൾക്കാർ വാങ്ങിച്ചു. കാരണം അങ്ങനെ ഇത്ര വില കൊടുത്തിട്ട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ പെർഫ്യൂം അറിയാത്ത ആളുകൾ പെർഫ്യൂമിനെ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ സ്പെൻഡിങ് ക്യാപ്പബിലിറ്റി എന്നതിൻ്റെ ഒരു 7000 ആ ഒരു റേഞ്ചിക്കൊക്കെ പോകുമ്പോൾ 2 പ്രാവശ്യം ആലോചിക്കും. ഇത് 2 പ്രാവശ്യം ആലോചിക്കൊന്നുമില്ല. പെർഫ്യൂമിൻ്റെ അവർക്ക് ഇഷ്ടമായി, സ്പോട്ടിൽ വാങ്ങിച്ചു. അങ്ങനെ നോക്കിയെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതെന്തായാലും ഒരു ഡീക്കൻഡ് വർത്താണ്. അറിഞ്ഞിരിക്കേണ്ട, ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട. ഞാനൊരു ഫ്രഞ്ച് പെർഫ്യൂം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കമ്പാരിസൺ പോകുന്നത് ഈ പെർഫ്യൂമിനോടാണ്. ഇത് അതിനോട് ഒത്തുവോ, ഇത് അതിനോട് ഒക്കുവോ, ഇത് അത്രക്കുണ്ടോ, അങ്ങനത്തെയാണ് ഈ പെർഫ്യൂമിൻ്റെ കാര്യങ്ങൾ. നോക്കി ഇൻഷാ അല്ലാഹ്
പ്രടാലോ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നോക്കിയാൽ നിങ്ങൾ ഇനി മാളിലൊക്കെ പോകുമ്പോൾ ഈ സാധനം അടിച്ചു നോക്കുക. കാരണം ഇത് സബ്ജക്റ്റീവ്നെസ് ഒന്നുമില്ല. ഇത് അടിച്ചാൽ അത് ഇഷ്ടപ്പെടും. ഓക്കെ, അടിക്കേണ്ട ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.